മനസ്സിലാക്കും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായുള്ള നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ എന്തു തീരുമാനം അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയതിനാൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. അതേസമയം മറാത്ത വിഭാഗക്കാരനായ ഷിൻഡെയെ മാറ്റിയാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഷിൻഡെ ഒന്ന് വാശി പിടിച്ചു, ഷിൻഡെ ഒടുവിൽ അതിന് വഴങ്ങുന്നുണ്ട്. വഴങ്ങിക്കഴിഞ്ഞിട്ടും കൺഫ്യൂഷൻ ബാക്കിയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീനാഥ്. ഗുഡ് മോർണിംഗ് ഹഷ്മി. ഏതായാലും ഇന്നിപ്പോൾ നിർണായകമാവുന്നത് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗമാണ്. അതിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെയും അജിത് പവാറിനെയും ഏക്നാഥ് ഷിൻഡെയും വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ വെച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇതിനോടകം തന്നെ ബി.ജെ.പി. ദേശീയ നേതൃത്വം ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള കാര്യം ഷിൻഡെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഷിൻഡെ പറയുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഷിൻഡെ ഈ ഒരു തർക്കത്തിൽ നിന്ന് ഒരല്പം പുറകോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തത്. ഏതായാലും ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറയുമ്പോഴും ഒരു സഹതാപത്തിന്റെ ഒരു തന്ത്രം അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പ്രയോഗിച്ചത് നമുക്ക് കാണാം. അദ്ദേഹം മറാഠ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഈ മറാഠ സംവരണ പ്രക്ഷോഭമൊക്കെ ബന്ധപ്പെട്ട് ബി.ജെ.പിക്കെതിരെ ഒരു വികാരം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഷിൻഡെയെ കൂടി മാറ്റുമ്പോൾ ആ വികാരം കുറച്ചുകൂടി ശക്തമാകുമെന്നൊരു തോന്നൽ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനുണ്ട്. അങ്ങനെ മറാഠ സമുദായക്കാരനായ ഒരാളെ മാറ്റി ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു ക്ഷീണം അത് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ബി.ജെ.പിക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി അമിത്ഷാ സംസ്ഥാനത്ത് നിന്നുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയുമായി ഏതാണ്ട് 40 മിനിറ്റോളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട പല വകുപ്പുകളും ഷിൻഡെയ്ക്ക് നൽകാനുള്ള, ഷിൻഡെയുടെ വിഭാഗത്തിലുള്ള എം.എൽ.എമാർക്ക് നൽകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ തെളിയുന്നുണ്ട്. അത്തരം നെഗോസിയേഷൻസ് ആയിരിക്കും ഇനിയിപ്പോൾ ദില്ലിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ്. അവിടുത്തെ കൺഫ്യൂഷൻ മാറുന്നില്ല. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ഒരേ ഒരു പേരുകാരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പക്ഷേ ഈ ഏക്നാഥ് ഷിൻഡെയ്ക്ക് അനുകൂലമായൊരു മറാത്ത വികാരം പ്രശ്നമാകുമോ എന്നൊരു പേടി ബി.ജെ.പിക്ക് ഉണ്ട്. അത് കാരണം പിന്നെയും അവിടെ കിടന്ന് ഇങ്ങനെ കൺഫ്യൂഷനാണ്.